ഷാഫി പറമ്പിലിന്റെ ഒഴിവിൽ വരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വനിതാ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനായിരിക്കും നറുക്കുവീഴുകയെന്നാണ് വിവരം. ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിന്ന് അഭിപ്രായമുയരുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമായിരിക്കും. സി കൃഷ്ണകുമാറിന്റെ പേരും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുന്ന ശോഭാ മാജിക് ഇക്കുറി ആലപ്പുഴയിലും ആവർത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ 17.24% വോട്ട് വിഹിതത്തെ ഇത്തവണ 28.3% ശോഭ ഉയർത്തിയത്. 2,99,648 വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ നേടിയത്. ഇതിന്റെ പിൻബലത്തിൽ ശോഭയ്ക്ക് പാലക്കാട് മണ്ഡലം പിടിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. 50,000-ൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനാണ് ബി.ജെ.പി. വോട്ടുകളുടെ എണ്ണം 1,00,000-ന് മുകളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ നേടിയത്. SNDP വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. പാലക്കാട് നഗരസഭ കണ്ണാട, മാത്തൂർ, പിരായിരി പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി.ജെ.പി.യാണ്. മാത്തൂരും പിരായിരും UDF-ന്റെ പക്കലും കണ്ണാടി LDF-ന്റെ പക്കലുമാണുള്ളത്. അതിനിടെ കോൺഗ്രസ് ക്യാമ്പിൽ 2 പേരുകളാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു കേൾക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, നടൻ രമേശ് പിഷാരടി എന്നിവരുടേതാണ് പേരുകൾ. പാലക്കാട്ടുകാരനായ കോൺഗ്രസുകാരൻ എന്നതാണ് രമേശ് പിഷാരടിക്ക് സാധ്യത കൂട്ടുന്നത്. അതേസമയം ബി.ജെ.പിക്ക് വേണ്ടി 3 പേരുകളാണ് ചർച്ചയിലുള്ളത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെക്കാൾ തിളങ്ങുക പാലക്കാട് നിയമസഭാ മണ്ഡലമാകും. വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വിജയമുറപ്പുള്ള മണ്ഡലമാണെങ്കിൽ പാലക്കാട് തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. 2021-ൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കിയുള്ള ബി.ജെ.പിയുടെ പരീക്ഷണം UDF-നെയും LDF-നെയും വിറപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡല കണക്കുകൾ ബി.ജെ.പിക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട്. VK ശ്രീകണ്ഠന് 52,779 വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി.ജെ.പിയുടെ ശ്രീ കൃഷ്ണകുമാറിന് 43,072 വോട്ട് ലഭിച്ചു. ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവന് 3,46,040 വോട്ടുകൾ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നേടാനായുള്ളൂ. ഇടത് സ്ഥാനാർത്ഥി എ വിജയരാഘവന് 34,640 വോട്ടുകൾ മാത്രമേ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നേടാനായതുള്ളൂ. 10,000-ഓളം വോട്ടിന് UDF ലീഡ് ചെയ്തു എന്നത് മറ്റൊരു കാര്യം. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം മുതൽക്കൂട്ടാക്കാനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് തന്നെ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. പാലക്കാടും ചേലക്കരയിലും നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി കോൺഗ്രസ്. സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ സജീവവുമാണ്. പാലക്കാട് കോൺഗ്രസിന് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് പുറത്തുവരുന്ന വിവരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചതോടെ പാലക്കാട്ടെ രാഷ്ട്രീയ ചർച്ചകളെല്ലാം നടത്തുന്നത് അടുത്ത ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നേരിയ ഭൂരിപക്ഷമാണെങ്കിലും നിലവിലെ സാഹചര്യം തീർത്തും സുരക്ഷിതമെന്നാണ് UDF വിലയിരുത്തൽ. 2019-ൽ നിന്ന് 2024-ലെത്തിയപ്പോൾ കുറഞ്ഞത് 5,321 വോട്ടാണ്. ആര് മത്സരിച്ചാലും പ്രവചനാതീതമാകും പാലക്കാടൻ കാറ്റിന്റെ ഗതിയെന്ന് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.